എല്ലാവർക്കും സ്വാഗതം. ഹലോ ഹായ്. ഇതൊരു ഇംപ്രോംപ്റ്റു ലൈവാണ്. ഐ ജസ്റ്റ് തോട്ട് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ല് തീർത്തുകൊണ്ട് ലോക ചാപ്റ്റർ 1 ചന്ദ്ര തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ്. റിലീസ് ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കോടികൾ വാരിക്കൂട്ടി ഈ സൂപ്പർ ഹീറോ ചിത്രം വിജയത്തിന്റെ പാതയിൽ കുതിക്കുകയാണ്. എന്നാൽ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ചൂടുള്ള ചർച്ച നടക്കുന്നുണ്ട്. അതായത് സിനിമയിലെ നായികയായ ചന്ദ്ര എന്ന കഥാപാത്രത്തിനായി ആദ്യം സമീപിച്ചത് മലയാളത്തിലെ പ്രമുഖ നടി പാർവതിയെയായിരുന്നു. എന്നാൽ തിരക്കഥയും കഥയും പോരാ, സിനിമ പരാജയമായിരിക്കുമെന്ന് പറഞ്ഞ് പാർവതി ഈ ഓഫർ നിരസിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ സംവിധായകൻ ഡൊമിനിക് അരുൺ പാർവതിക്ക് കഥ പറഞ്ഞുകൊടുത്തപ്പോൾ തിരക്കഥയുടെ ബലഹീനതയെക്കുറിച്ച് അവർ ആശങ്ക പ്രകടിപ്പിച്ചതായും ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുമെന്ന് പ്രവചിച്ചതായും പറയപ്പെടുന്നു. എന്നാൽ പാർവതിയുടെ ഈ പ്രവചനം പാടെ തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ട് കല്യാണി പ്രിയദർശൻ അവതരിപ്പിച്ച ചന്ദ്ര എന്ന കഥാപാത്രം പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കി. മികച്ച പ്രതികരണം നേടിയ ഈ ചിത്രം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ 100 കോടി ക്ലബിൽ ഇടം നേടി ചരിത്രം കുറിച്ചു. ദുൽഖർ സൽമാന്റെ നിർമ്മാണ കമ്പനിയായ വേഫെയറർ ഫിലിംസിന്റെ ബാനറിലൊരുങ്ങിയ ഈ ചിത്രം മലയാളത്തിലെ ആദ്യത്തെ വനിതാ സൂപ്പർ ഹീറോ ചിത്രമെന്ന ഖ്യാതിയും നേടിയിട്ടുണ്ട്. പാർവതി നിരസിച്ച ആ വേഷം സ്വീകരിച്ച കല്യാണി പ്രിയദർശൻ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങളും VFXും നസ്ലൈൻ, സാൻഡി തുടങ്ങിയ താരങ്ങളുടെ പ്രകടനങ്ങളും ഏറെ പ്രശംസ നേടി. ഒരു കാലത്ത് പരാജയമായിരിക്കുമെന്ന് വിധിയെഴുതിയ ഒരു സിനിമ ഇപ്പോൾ ചരിത്ര വിജയം നേടുമ്പോൾ പാർവതിയുടെ പ്രതികരണമാണ് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നത്. ഈ വിഷയത്തിൽ ഇതുവരെയും പാർവതി ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ലോക വിജയിച്ചപ്പോൾ പാർവതിക്ക് നിരാശ തോന്നിയിരിക്കുമോ എന്നാണ് ആരാധകർക്കിടയിലെ പ്രധാന ചോദ്യം.